ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരിതം പേറുന്ന മനുഷ്യരെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയാവുന്നു. കണ്ണീരോടെ സ്വന്തം അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും കാത്തിരിക്കുകയാണ് വയനാട്ടുകാർ. മനുഷ്യൻ മാത്രമല്ല, ഇവിടെയുള്ള ജീവജാലങ്ങളും ദിവസങ്ങളായി തിരച്ചിലാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് ദുരന്തഭൂമിയിലെ കാഴ്ചക്കാരെ കണ്ണീരിലലിയിക്കുന്ന ചില ദൃശ്യങ്ങൾ. അങ്ങനെ ഒരു ദൃശ്യമാണ് വീണ്ടും ദുരന്തമുഖത്തു നിന്നുള്ളത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ചെളി നിറഞ്ഞ ചൂരൽമല അങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം ഒരു നായ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അങ്ങാടിയിലെല്ലാം ആരെയോ തിരഞ്ഞ് നടക്കുകയായിരുന്നു നായ. എയർലിഫ്റ്റിങ്ങിന് വന്ന ഹെലികോപ്റ്ററിനെ നോക്കി ഉച്ചത്തിൽ ഓരിയിടുകയും ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ സൈനികർ ഉൾപ്പെടെയുള്ളവർ ആശ്വസിപ്പിക്കാൻ എത്തും. ഞായറാഴ്ച ഉച്ചയോടെ ഉടമ ക്യാമ്പിൽ നിന്നും തിരിച്ച് ചൂരൽമല എത്തിയപ്പോൾ നായയുടെ സന്തോഷ പ്രകടനം കാണേണ്ടത് തന്നെയാണ്. കാണുന്നവരുടെ കണ്ണലയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണത്. അട്ടമല സ്വദേശിയായ ഉമ തിരിച്ചെത്തിയപ്പോഴാണ് നായ ഓടിച്ചെന്ന് മുൻകാലുകൾ ഉയർത്തി കെട്ടിപ്പിടിച്ച് പ്രത്യേക ശബ്ദമുണ്ടാക്കിയത്. ഇതോടെ ഉമയും കരയാൻ തുടങ്ങി. കരയേണ്ട, നമുക്ക് വീട്ടിൽ പോകാം, അമ്മ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഉമയും നായയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ലിയോ എന്നാണ് നായയുടെ പേര്. ഉരുൾപൊട്ടലിൽ അട്ടമലയിൽ കുടുങ്ങിയതാണ് ഉമയും കുടുംബവും. ഇവരെ രക്ഷപ്പെടുത്തിയത് ബുധനാഴ്ച ക്യാമ്പിലേക്ക് മാറ്റിയപ്പോൾ ലിയോയും കൂടെ കൂട്ടി. ക്യാമ്പിലേക്ക് നായയും കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ ചൂരൽമല അങ്ങാടിയിൽ ഇറക്കി വിടുകയായിരുന്നു. അങ്ങാടിയിലാകുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് ഇറക്കി വിട്ടതെന്ന് ഉമ പറയുന്നു. ദിവസവും ഉമയുടെ ഭർത്താവ് വന്ന് നായയ്ക്ക് ഭക്ഷണം നൽകി പോകാറുണ്ടായിരുന്നു. എന്നാൽ ക്യാമ്പിലേക്ക് മാറിയ ശേഷം ഉമ ആദ്യമായാണ് ചൂരൽമലയിലേക്ക് വന്നത്. രാവും പകലും കണ്ണിമ ചിമ്മാതെ ദുരന്തഭൂമിയിൽ അവൻ തിരഞ്ഞു നടന്നു. ഒട്ടിയ വയറിന്റെ വേദന അവൻ അറിഞ്ഞതേയില്ല. ഇത്രകാലം തന്നെ പോറ്റിയ പ്രിയപ്പെട്ടവരെ തിരയുകയായിരുന്നു ആ മിണ്ടാപ്രാണി. ഒടുവിൽ 6ാം നാൾ അവന്റെ അലച്ചിലിനും തിരച്ചിലിനും ലക്ഷ്യം കണ്ടു. ദുരന്തത്തിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ആദ്യമായി ചൂരൽമലയിലേക്ക് വന്ന അവന്റെ പ്രിയപ്പെട്ടവരെ അവൻ അങ്ങകലെ കണ്ടു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അവർക്കരികിലേക്ക് കുതിച്ചെത്തി. ആ അമ്മയ്ക്കരികിലെത്തിയപ്പോൾ കൊച്ചുകുട്ടിയെ പോലെ അവൻ കരഞ്ഞു. മുൻകാലുകൾ ഉയർത്തി നെഞ്ചിൽ ചാഞ്ഞു. പിന്നെ മുഖത്തേക്ക് നോക്കി. കരച്ചിലടക്കാനാവാതെ ആ അമ്മ അരുമയ്ക്ക് മുത്തം നൽകി. അവനെ മാറോട് ചേർത്തു. ബിസ്ക്കറ്റും വെള്ളവും നൽകി. ആ സ്നേഹസംഗമത്തിന് സാക്ഷിയായവരുടെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. അട്ടമലയിൽ താമസിക്കുന്ന ഉമാ ബാലകൃഷ്ണനും കുടുംബവും ദുരന്തമുണ്ടായ രാത്രിയിൽ ഓടി രക്ഷപ്പെട്ടതാണ്. കോരിച്ചൊരിയുന്ന മഴയത്ത് കൂരിരുട്ടിലേക്ക് ലിയോ അവരെ ഉപേക്ഷിച്ചില്ല. അവനെയും ചേർത്ത് പിടിച്ച് ചൂരമല വരെ ഓടി. വാഹനത്തിൽ കയറാൻ നേരം അവരെ ടൗണിൽ ഇറക്കി വിടേണ്ടി വന്നു. എന്തെങ്കിലും തിന്ന് ജീവൻ നിലനിർത്തുമെന്ന പ്രതീക്ഷയിൽ. പിന്നെ കാണുന്നത് ഇന്നാണ്. എത്ര നാൾ കഴിഞ്ഞാലും അവനെ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് അറിയാമായിരുന്നു, ഉമ പറഞ്ഞു. പിന്നീട് അട്ടമലയിലേക്കും മുണ്ടക്കയത്തിലേക്കുമുള്ള യാത്രയിൽ ലിയോ അവർക്ക് മുമ്പേ നടന്നു. വൈകിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മടങ്ങുമ്പോൾ അവനെ കൂടെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. പോരാൻ നേരം ചൂരമലയിലെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ചോറ് നൽകി. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ ക്യാമ്പിലേക്ക് മടങ്ങി. ഇങ്ങനെ ചില കണ്ണു നനയിക്കുന്ന കാഴ്ചകൾ കൂടിയുണ്ട് വയനാട്ടിൽ. അതേസമയം കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മരണം 387ആയി. ഇതിൽ 172 പേരാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. ഇവരിൽ 8 പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു. ശേഷിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും. ഔദ്യോഗിക കണക്കനുസരിച്ച് 221 പേരാണ് മരിച്ചത്. ഇനിയും 180 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. അതേസമയം ചൂരൽമലയ്ക്ക് മുകളിലേക്കുള്ള തിരച്ചിലിനായി പോകാനുള്ളവർ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തും. എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിയാണ് നടപടി. ഇതിനിടെ തുടർച്ചയായ അവധിക്ക് ശേഷം വയനാട്ടിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് ഇന്ന് തുറക്കുക. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിലും ഇന്നും തിരച്ചിൽ തുടരുന്നതാണ്. പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും രാവിലെ മുതൽ തിരച്ചിൽ സംഘം ഇറങ്ങും. ഇന്നലെ തിരച്ചിലിന് പോയ വനത്തിൽ അകപ്പെട്ടവർ ഇന്ന് തിരികെ എത്തും. സൂചിപ്പാറയ്ക്ക് അടുത്ത് കാന്തപ്പാറയ്ക്ക് കണ്ട മൃതദേഹം എടുക്കുന്നതിൽ ഉണ്ടായ താമസത്തെ തുടർന്നാണ് ഇവരുടെ തിരിച്ചുവരവ് തടസ്സപ്പെട്ടത്. കാട്ടാന ശല്യമുള്ളതിനാൽ രാത്രി തിരികെ എത്തുന്നതിൽ സുരക്ഷിതയല്ല എന്ന് മനസ്സിലാക്കിയാണ് ഇവർ വനത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്. 18 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സുരക്ഷിതരാണെന്നും രാവിലെ തിരികെ എത്തുമെന്നും പോലീസിനെ ഇവർ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ചിരുന്നു.